കാവിന്റെ കുളിർമയും കടലിന്റെ സംഗീതവും ആസ്വദിച്ച് കുട്ടികൾ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ. തെക്കേമാണിയാട്ട് അനശ്വര ഗ്രന്ഥാലയത്തിലെ കുട്ടികൾ വായനാക്കളരി വായനാ വെളിച്ചം പരിപാടിയുടെ ഭാഗമായി ഇടയിലക്കാട് കാവും വലിയപറമ്പ് ബീച്ചും സന്ദർശിച്ചു. കാവിലെ കുരങ്ങുകൾക്ക് ഭക്ഷണം നൽകിയും അവരുടെ കേളികൾ നിരീക്ഷിച്ചും കുട്ടികൾ കാവിനകത്ത് കയറി. ആനന്ദൻ പേക്കടം കുട്ടികൾക്ക് കാവിനെക്കുറിച്ചും കാവിലെ ജീവികളെക്കുറിച്ചും ധാരാളം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. കാവിൽ നിന്നും കവ്വായി കായൽ നിന്നും ജീവനാശം സംഭവിച്ച ഫിഷ്കാറ്റ്, നീർനായ, മുതല എന്നിവയെയും കാവ് സംരക്ഷണത്തിന്റെ പ്രാധാന്യവും കുട്ടികളെ ബോധ്യപ്പെടുത്തി. ഇങ്ങനെ വെള്ളമുള്ള തൊട്ടപ്പുറത്തൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട മാടക്കാൽ എന്നാണ്. മാടക്കാലിനപ്പുറം കുരിപ്പാട് എന്നുള്ള ഒരു സ്ഥലമുണ്ട്. കവ്വായി ഉണ്ട്. അങ്ങനെ കുറേ ദ്വീപുകൾ അപ്പുറമുണ്ട്. ഇങ്ങോട്ടും കുറേ ദ്വീപുകളുണ്ട്. ഏകദേശം 15-ൽ കൂടുതൽ ദ്വീപുകൾ ഇവിടെ ഉണ്ട്. അതിലൊരു ദ്വീപില് കേൾക്കുന്നുണ്ട, ഒരു ദ്വീപില് ആൾക്കാരെ താമസില്ല, പക്ഷികൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആൾക്കാർ താമസിക്കാത്ത ദ്വീപും ഇവിടെ ഉണ്ട്. കാവിൽ നിന്നും നേരെ പോയത് വലിയപറമ്പ് ബീച്ചിലേക്കായിരുന്നു. അവിടെ നിന്ന് കടലിനെ തൊട്ടും കടൽ വെള്ളത്തിൽ കുളിച്ചും കുട്ടികൾ സന്തോഷിച്ചു. കിഴവനും കടലും കഥ കടൽ തീരത്തിരുന്ന് കുട്ടികൾ കേട്ടു. മൺമറഞ്ഞു പോകുന്ന ചില നാടൻ കളികൾ കടൽ തീരത്ത് വെച്ച് കളിച്ചു. സന്ധ്യയായപ്പോൾ സൂര്യന്റെ അസ്തമയവും കണ്ടു മടങ്ങി. ഗ്രന്ഥശാല പ്രവർത്തകരും വനിതാവേദി, വയോജനവേദി, യൂത്ത് ക്ലബ്ബ് അംഗങ്ങളും യാത്രക്ക് നേതൃത്വം നൽകി. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി അജേഷ് കരക്കേരു, പിലക്കോട്. Could this be a moment? Got it! One of the great catches! And the pressure you will never see! My goodness gracious me! മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ.